ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മൾ ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വട്ടയപ്പവും നമ്മുടെ ക്രിസ്മസിന് ഒരു മെയിൻ പലഹാരമാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ. വട്ടയപ്പവും ബീഫ് റോസ്റ്റും ക്രിസ്മസിന് വീട്ടിലില്ലാത്തവരുണ്ടാവില്ല. അതുപോലത്തെ ഒരു പലഹാരമാണ് വട്ടയപ്പം. അപ്പോൾ വട്ടയപ്പം നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഈ അരി നന്നായി കഴുകി ഒരു 4-5 മണിക്കൂർ മുന്നേ കഴുകി കുറേ പ്രാവശ്യം കഴുകി കുതിർത്തിട്ട അരിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ പ്രാവശ്യം കഴുകി കുതിർത്ത അരിയാണിത്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പൊന്നീര് അരി ചോറ്, നല്ല തുമ്പപ്പൂ പോലെ ചോറ് കണ്ടോ, ഈ ചോറ് അതിലരയ്ക്കാനായിട്ട് ആക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര വേണം. പിന്നെ നമുക്ക് ഒരു 5-6 ഏലക്ക വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പഞ്ചസാരയും ഈ ചോറും അരച്ചെടുക്കാം. മുറി തേങ്ങ പാല് പിഴിയാൻ വേണ്ടി ഇത് അടിച്ച് വെച്ചതാണ് കേട്ടോ, പാല് പിഴിയാൻ. പിന്നെ അതുപോലെ തന്നെ അരമുറി തേങ്ങ ഇതിൽ കൂടെ അരച്ച് ചേർക്കാൻ. നമ്മുടെ ഈ ചോറും പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല ലൂസായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നന്നായി അരച്ച് ചേർത്തെടുക്കാം. നമ്മുടെ ചോറും പഞ്ചസാരയും കൂടി അരച്ചത് നന്നായി വെണ്ണ പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിൽ കൂടി തന്നെ ഇട്ട് അരയ്ക്കാം. കുറച്ച് നമ്മുടെ ചിരകി വെച്ച തേങ്ങ ഇതിൽ കൂടെ ചേർക്കാം. പിന്നെ നമ്മുടെ ഏലക്കായ, എടുത്ത് വെച്ച ഏലക്കായ ഇതിൽ കൂടി ഇടാം. നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കാം. അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, അടിച്ച് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി കൈവച്ച് കലക്കി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മധുരം കറക്റ്റാവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് കറക്റ്റ്. ഇനി ഇതിൽ നമുക്ക് നമ്മൾ തേങ്ങാപ്പാൽ, അടിച്ച് വെച്ച തേങ്ങാപ്പാലുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി നമ്മുടെ 1-ാം പാല് തെമ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി വയ്ക്കാം. ഇനി ഒരു 5 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ചിലപ്പോൾ നേരത്തെ പൊന്താണെങ്കിൽ നേരത്തെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നു നോക്കിയിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായി പൊന്തി ഫുള്ളായി വന്നിട്ടുണ്ട്. ഇത് കണ്ട, നല്ല പതയായിട്ട് സൂപ്പറായിട്ട് കണ്ട, എന്ത് ടേസ്റ്റാണ് കാണാൻ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു സ്റ്റീമർ വെച്ചിട്ട് ഈ സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് അത് കോരി ഒഴിക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ചു, ആവി പോയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ അരച്ച് വെച്ച മാവ്, വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിക്കാം. നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിക്കാം. നമ്മുടെ മാവ് മോളിൽ നിന്ന് തന്നെ എടുത്തൊഴിക്കുകയാണ് നന്നായിരിക്കുക. അപ്പം മോളിൽ നിന്ന് നന്നായി ഒഴിക്കണം, എന്നാലത് നല്ല സോഫ്റ്റായ വട്ടയപ്പം നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലത് തൊടാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ നല്ല ടേസ്റ്റിയായ വട്ടയപ്പമാണ്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള മാവും ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സ്മൂത്തായ വട്ടയപ്പം, നല്ല സോഫ്റ്റായ വട്ടയപ്പം. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് 3 ഗ്ലാസ് അരിയാണ് ഇതിലെടുത്തോണ്ട്. അതുപോലെ 1.5 ഗ്ലാസ് ചോറും 1.5 ഗ്ലാസ് പഞ്ചസാരയും. അപ്പോൾ നമുക്ക് ഇത്രയും വട്ടയപ്പം കിട്ടി. ഇത്രയല്ല, 1-2 ഞങ്ങൾ പിള്ളേർക്ക് കൊടുത്തു. നല്ല സോഫ്റ്റായി നമ്മുടെ വട്ടയപ്പം കണ്ടാൽ.
നല്ല സോഫ്റ്റായി വട്ടയപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക ക്രിസ്മസ് ആയിട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വട്ടയപ്പം ബീഫ് ഫ്രൈയും. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ബൈ.